ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം സീതാരാമായ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണം കഥ ഭാഗം 7 മിഥില പ്രവേശം. അഹല്യ ശാപമോക്ഷവും അഹല്യാസ്തുതിയും കഴിഞ്ഞ് സന്തോഷചിത്തരായ കുമാരന്മാരോട് മുനി പറഞ്ഞു, കാലം കളയാതെ നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ പോയി യാഗം വീക്ഷിക്കാം, മഹാദേവ ചാപവും ഒന്ന് കാണാം. എന്നിട്ട് വേഗം തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു വരാം എന്നും പറഞ്ഞു. അവർ യാത്ര തിരിച്ചു. ഗംഗ കടന്ന് മിഥിലാപുരം പ്രവേശിച്ചപ്പോൾ ജനക മഹാരാജാവ് കൗശികമുനിയുടെ വരവ് കണ്ട് അത്യാഹ്ലാദത്തോടെയും എന്നാൽ തെല്ലൊരു സംഭ്രമത്തോടെയും പൂജാസാധനങ്ങളുമായി അവരെ പൂജിച്ച് ആനയിച്ചു. ചന്ദ്ര സൂര്യ സമന്മാരായ ആ രാജകുമാരന്മാരെ കണ്ട മഹാരാജാവ് ചോദിച്ചു, കന്ദർപ്പൻ കാമദേവൻ കണ്ടനുഗ്രഹിച്ച ഈ കുമാരന്മാർ ആരാണെന്നറിയിച്ചാലും. എന്നിട്ട് മഹാരാജാവ് തന്നെ പറയുന്നു, നരനാരായണന്മാരായ മൂർത്തികളോ ആണോ? വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എൻ്റെ വാക്കുകൾ വിശ്വസിച്ചാലും വീരനായ ദശരഥ പുത്രന്മാരാണ് ഇവർ. ജ്യേഷ്ഠൻ ശ്രീരാമൻ, അനുജൻ ലക്ഷ്മണൻ എൻ്റെ യാഗരക്ഷാർത്ഥം കൊട്ടാരത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നതാണ് എന്നും ഉണ്ടായ സംഭവങ്ങളും എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ശ്രീരാമ പാദാംബുജ രജസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷവും സിദ്ധിച്ചു എന്ന് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇവിടെയുള്ള പരമേശ്വര ചാപത്തെ ത്രയംബകത്തെ ഒന്ന് കാണാൻ വന്നതാണ്. വിശ്വാമിത്ര മഹർഷിയുടെ ഈ വാക്കു കേട്ടപ്പോൾ ജനക മഹാരാജാവ് അവരെ പെട്ടെന്ന് പൂജിച്ച് സൽക്കരിച്ചു. പിന്നെ സജീവനോട് മഹാദേവ ശരം കൊണ്ടുവരാൻ നിയോഗിച്ചു. ദശരഥപുത്രൻ ഈ വില്ലു കുലച്ചു മുറിക്കുകയാണെങ്കിൽ ഇവന് ഞാൻ എൻ്റെ നന്ദനയെ നൽകിയിടാം, മഹാരാജാവ് പറഞ്ഞു. ഇതിനു മുൻപ് ഒരുപാട് രാജാക്കന്മാരും രാജകുമാരന്മാരും വന്ന് ശ്രമിച്ചതാണ് ഈ വില്ലൊന്ന് കുലയ്ക്കാൻ. പക്ഷെ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ വരും. വില്ലു കൊണ്ടുവരുവാൻ കിങ്കരന്മാരെ അയച്ചു. പെട്ടെന്ന് അവർ 5000 കിങ്കരന്മാർ ഹുങ്കാര ശബ്ദത്തോടെ മൃത്യുശാസന ചാപം കൊണ്ടുവന്നു. നന്നായി അലങ്കരിച്ച് മണികളാൽ രത്നങ്ങളാൽ ഒക്കെ അലങ്കരിച്ച് ആണ് ത്രയംബകം വില്ല് കൊണ്ടുവന്നത്. സാക്ഷാൽ ശ്രീ ചന്ദ്രശേഖരൻ്റെ പള്ളിവിൽ കണ്ട ശ്രീരാമൻ ആനന്ദത്തോടെ വന്ദിച്ചു. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് വിശ്വാമിത്ര മുനി, എല്ലാം സാധിക്കും, ആവുന്നത് ചെയ്തോളൂ, മടിക്കേണ്ട, അതുമൂലം മംഗളം ഭവിക്കും എന്നും പറഞ്ഞു. സന്തോഷചിത്തനായ രാമൻ പതുക്കെ വില്ലിനടുത്തേക്ക് വന്നു നിന്നു. കണ്ടു. അളവറ്റ തേജസ്സോടെ എടുത്തു പെട്ടെന്ന് കുലച്ചു. വലിച്ചുടൻ മുറിച്ചു. ആ പരിശ്രമത്തിൽ വിജയിച്ചു. ആ സമയം 7 ലോകങ്ങളും ഒന്ന് മാറ്റൊലി കൊണ്ടു. ആളുകൾ ആശ്ചര്യപ്പെട്ടു. എല്ലായിടത്തും പാട്ടും ആട്ടവും ആനന്ദ നൃത്തവും പുഷ്പവൃഷ്ടിയും വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെയും തന്നെ ആഹ്ലാദഭരിതരായി. അപ്സര സ്ത്രീകളെല്ലാം അതിൽ പങ്കുചേർന്നു. ഇടിവെട്ടിയിടും വണ്ണം
ത്രിയംബകം വിൽ മുറിഞ്ഞ ഒച്ച കേട്ട് രാജാക്കന്മാരെല്ലാം ഉരകങ്ങളെ പോലെയായി. മിഥില രാജകുമാരി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടു. മയിലിൻ്റെ നടത്തം കണ്ടിട്ടുണ്ടോ? കുണുങ്ങി കുണുങ്ങി പതുക്കെ പതുക്കെ അടിവെച്ച് ആണ് നടക്കുക. അതുപോലെ നമ്മുടെ മിഥില രാജകുമാരി സന്തോഷം പൂണ്ട് പതുക്കെ ഇങ്ങനെ വന്നു. പരിചാരകരും മാതാക്കളും ചേർന്ന് മൈഥിലിയെ നന്നായി ചമയിച്ചു. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ മൈഥിലി അതീവ മനോഹരിയായി മന്ദം ശ്രീരാമനു മുൻപിൽ വിനീതയായി നിലേമിത നേത്രത്തോടെ വന്നു നിന്നു. ആദ്യം വരണമാല്യമിട്ടു. അപ്പോൾ ശ്രീരാമന് ഏറ്റവും ശോഭയേറി. ഭൂമിനന്ദനയ്ക്ക് അനുരൂപനായി കണ്ട ശ്രീരാമനെ എല്ലാവരും വാഴ്ത്തി. ജനകൻ വിശ്വാമിത്രനോട് ആദരപൂർവ്വം വന്ദിച്ചു പറഞ്ഞു, ഇനി ദൂതന്മാർ മുഖാന്തിരം പത്രം കൊടുത്തയച്ച് ദശരഥ ഭൂപനെ വരുത്തണം. അതിൻ പ്രകാരം വിശ്വാമിത്ര മഹർഷിയും മിഥില രാജാവായ ജനകനും കൂടി ദശരഥ മഹാരാജാവിനെ വിശ്വാസം വരും വണ്ണം ഉണ്ടായ വൃത്താന്തങ്ങളെല്ലാം കാണിച്ച് പത്രമെഴുതി ദൂതന്മാർ വഴി കൊടുത്തുവിട്ടു. ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ ദൂതന്മാർ പത്രം കൊടുത്തു. സന്ദേശം കണ്ട പങ്ക്തിസ്യന്തനൻ വിചാരിച്ചു, ഇനി സംശയിക്കേണ്ട, പുറപ്പെടുക തന്നെ. വസിഷ്ഠമുനിയെയും അരുന്ധതി ദേവിയെയും കൂട്ടി ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും ഭരത ശത്രുഘ്നന്മാരായ മക്കളോടും ചേർന്ന് വാദ്യഘോഷങ്ങളോടെ മിഥിലാപുരിയിൽ എത്തി. മിഥിലാധിപൻ പോയി എതിരേറ്റു കൂട്ടിക്കൊണ്ടുവന്നു. വസിഷ്ഠമുനിയെയും പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ച് യഥാവിധി സൽക്കരിച്ചിരുത്തി. രാമലക്ഷ്മണന്മാർ പിതാവിനെയും വസിഷ്ഠാചാര്യരെയും മാതൃജനങ്ങളെയും സഹോദരന്മാരെയും തൊഴുതു വന്ദിച്ചു. ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. അങ്ങനെ ജനകമഹാരാജാവ് ദശരഥ മഹാരാജാവും കൂട്ടരുമായി കണ്ട് വന്നിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുറച്ച് ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാർക്കും ജനക മഹാരാജാവിൻ്റെ 4 പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ട ഏർപ്പാടുകൾ ആരംഭിച്ചു. മണ്ഡപം, മുഹൂർത്തം, മുത്തുമാലകൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ എന്നിവയെല്ലാം ഒരുക്കി തോരണങ്ങളും ചാർത്തി രത്നങ്ങളണിഞ്ഞ സ്വർണ്ണപീഠം വെച്ച് ശ്രീരാമപാദങ്ങളെ കഴുകിച്ച് ദേവദുന്ദുഭി വാദ്യഘോഷങ്ങളോടെ ഹോമവും കഴിച്ച് തൻ്റെ പുത്രിയെ സീതയെ ശ്രീരാമനു നൽകി ജനകമഹാരാജാവ് അത്യന്തം സന്തോഷവാനായി. ശ്രീരാമദേവൻ്റെ പാദ കഴുകിച്ച ആ പാദതീർത്ഥം തൻ്റെ ശിരസിൽ ധരിച്ച് ഉൾപുളകാങ്കിതനായി നിന്നു ജനകമഹാരാജാവ്. മുനീന്ദ്രാദികൾ ഏതൊരു പാദതീർത്ഥമാണോ ഭക്തിയോടെ തങ്ങളുടെ ശിരസിൽ അണിയുന്നത്, അതുപോലെ ജനകമഹാരാജാവും അണിഞ്ഞു. ജനകമഹാരാജാവിൻ്റെ മറ്റ് 3 പുത്രിമാർ ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി ഇവരാണ്. ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിട്ടു.
അങ്ങനെ തങ്ങളുടെ പത്നിമാരുമായി ആനന്ദത്തോടെ അവർ കഴിഞ്ഞുകൂടി. കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജയ് ശ്രീറാം. അടുത്ത ദിവസം ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിക്കുന്ന ഒരാളെ കാണാം.